മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നമ്മോടുകൂടെ. അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല. യേശു ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു. വിശുദ്ധ മത്തായി സുവിശേഷം 13-ാം അധ്യായം 12-ാം തിരുവചനത്തിലെ, സ്നേഹമുള്ളവരെ, ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആ വ്യക്തി എങ്ങനെയാണ് മരിച്ചതെന്ന്. എന്നാൽ ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ ആ വ്യക്തി എങ്ങനെയായിരുന്നു ജീവിച്ചതെന്ന്? ചെറുതാണെങ്കിലും ചില വെളിച്ചങ്ങളെ അണഞ്ഞു കഴിയുമ്പോഴാണ് നമ്മളതിൻ്റെ വില മനസ്സിലാക്കുന്നതും അത് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മുടെ ജീവിതത്തിലെ അന്ധകാരം മായ്ച്ചു കളഞ്ഞിരുന്നു എന്ന് അത് അണഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പലപ്പോഴും കൂടെയുള്ള പലരുടെയും വില നമ്മൾ അറിയുന്നില്ല. നമ്മുടെ കൂടെ മാതാപിതാക്കൾ ഉള്ളപ്പോൾ നമ്മളാരും അവരുടെ വില മനസ്സിലാക്കാതെ അവർ നമ്മുടെ ഇടയിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോഴാണ് അവർ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രകാശമായിരുന്നു, വിലപ്പെട്ടവരായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത്. ജീവിത പങ്കാളി കൂടെയുള്ളപ്പോൾ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് ആ ജീവിത പങ്കാളി നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രകാശം പരത്തിയിരുന്നു എന്ന്. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, നല്ല സുഹൃത്തുക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, അയൽവാസികളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ കൂടെയുള്ളപ്പോൾ പലപ്പോഴും നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് യേശു ഇപ്രകാരം പറഞ്ഞത്, കണ്ടിട്ടും കാണാത്തവരും കേട്ടിട്ടും കേൾക്കാത്തവരുമാണ് നാം ഓരോരുത്തരുമെന്ന്. ഈ നിമിഷങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കൂടെ നമ്മുടെ കൂടെ ആളുകൾ ആയിരിക്കുന്ന സമയത്ത് അവരെ സ്നേഹിക്കുവാനും ചേർത്ത് പിടിക്കുവാനും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സർവശക്തനായ ദൈവം ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന ഈ ശുശ്രൂഷയിലൂടെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.